ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ക്യാമ്പസുകളിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന ബോധ്യത്തിൽ ഏറ്റവും മനോഹരമായി നമ്മുടെ ക്യാമ്പസ് കാലത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. നമ്മളിൽ ചില വിചാരങ്ങൾ ഉണ്ടാവുക എന്നതാണ്, നമ്മളിലെ ആലോചനകൾക്ക് തീവ്രതയുണ്ടാവുക എന്നതാണ്, മൂർച്ചയുണ്ടാവുക എന്നതാണ്. അങ്ങനെ മൂർച്ചയുള്ളൊരു ആശയത്തെ നമ്മുടെ കൈകളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടുപ്പമുണ്ടാക്കുന്ന സൗഹൃദം തീർച്ചയായിട്ടും അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് സ്മരണ നൽകുന്ന, അള്ളാഹുവിലേക്ക് നമ്മുടെ ഓർമ്മയെ കൊണ്ടുപോകുന്ന ഒന്നാകണം എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്ന സന്ദർഭങ്ങൾ ഏതാണോ, ആ സമയത്ത് നിങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്ത്, ആ സുഹൃത്താണ് ഏറ്റവും മികച്ച സൗഹൃദം എന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിച്ച് വിശദീകരിക്കുന്നു. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. പ്രിയപ്പെട്ടവരോട് ഇന്ന് തന്നെ ഉമ്മയോടൊന്ന് വിളിച്ചിട്ട്, ഉപ്പയോടൊന്ന് വിളിച്ചിട്ട്, ഉസ്താദന്മാരൊന്ന് വിളിച്ചിട്ട് ഒരു പൊരുത്തം വാങ്ങുക, ഒന്ന് പൊരുത്തപ്പെടണമെന്നൊരു വാക്ക് പറഞ്ഞു നോക്കിയാൽ, അവർ ആശീർവാദത്തോടു കൂടെ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിജയമുണ്ടായിരിക്കും. പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുകയല്ല, ഹലാലായ മാർഗത്തിലൂടെയും മിതമായ ലാഭത്തിലൂടെയും സേവനത്തിന് പകരമായുള്ള ചെറിയ വേതനത്തിലൂടെയും എല്ലാം സമ്പാദിക്കണം. സമ്പാദനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ലതാണ്. കാരണം ഈ സമ്പാദ്യമുണ്ടാക്കുന്നത് സക്കാത്ത് കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ നമുക്ക് നമ്മോട് ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. നിങ്ങളുടെ സമ്പത്തിൽ ഇല്ലാത്തവർക്ക് അവകാശമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് യുവർ ജനറോസിറ്റി, നിങ്ങളുടെ ഔദാര്യമല്ല, അതവരുടെ അവകാശമാണ് എന്നാണ്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതം മുഴുവനും ഇബാദത്തായി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാക്കി മാറ്റാനുള്ള ഒരു ഹദീസാണ് നമ്മൾ ഓതിയത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുക്കാൻ പറ്റിയ ഒരു കാലം ക്യാമ്പസ് കാലമായിട്ട് നമ്മൾ കാണണം. അങ്ങനെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇബാദത്താണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു ലൈഫ് സാധ്യമാക്കിയാൽ, നമ്മൾ കൂടുതൽ പ്രസംഗിക്കാതെ, പാംലെറ്റ് വിതരണം ചെയ്യാതെ, യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാതെ തന്നെ നമ്മളിലൂടെ കുറേ ആൾക്കാർക്ക് ഇസ്ലാം കിട്ടും. ഈമാനിന് മധുരമുണ്ട്. അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവൻ്റെ റസൂലും എല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടതായിരിക്കണം. ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനും അവൻ്റെ റസൂലിനും കൊടുക്കാൻ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് ഈമാനിൻ്റെ മധുരം ലഭിക്കുന്നത്. ഈ സ്നേഹമുള്ളവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ഈ സ്നേഹം ലഭിക്കാത്തവർക്കാണ് മുനാഫിഖ് എന്ന് പറയുന്നത്.
अजमेर से तैबा का सफर कैसा लगेगा, अजमेर से तैबा का सफर कैसा लगेगा, अजमेर से तैबा का सफर